ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിട്ടേൺ അണ്ടർ GST എന്ന ചാപ്റ്ററിൻ്റെ 6ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 പാർട്ടിൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. GST റിട്ടേണുമായി ബന്ധപ്പെട്ടിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺസ് നമ്മൾ പഠിച്ചു. GSTR 1 to 7, അതേപോലെ ഫസ്റ്റ് റിട്ടേൺ, ആനുവൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള GST പ്രാക്ടീഷണർ എന്ന ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ GSTP ചുരുക്കിയിട്ട് നമ്മൾ GSTP എന്ന് വിളിക്കുന്നു. അപ്പോൾ ആരാണ് GST പ്രാക്ടീഷണർ എന്ന് പറയുന്നത്? ഒരു രജിസ്റ്റേർഡ് പേഴ്സൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഓതറൈസ് ചെയ്തിട്ടുണ്ടാകും. അയാളെയാണ് GST പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. A registered person may be authorized and approved GST practitioner GSTP to furnish information on his behalf to the government. GST റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള നോളജ് ഒന്നും ചിലപ്പോൾ എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ രജിസ്റ്റേർഡ് പേഴ്സണിന് വേണ്ടി റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് GST പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിയെയാണ് നമ്മൾ GST പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രധാനമായും GST പ്രാക്ടീഷണറിൻ്റെ വർക്ക്, അല്ലെങ്കിൽ GST പ്രാക്ടീഷണർ എന്താണ് ചെയ്യുന്നത്? രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ഔട്ട്വാർഡ് സപ്ലൈൻ്റെയും ഇൻവാർഡ് സപ്ലൈൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യലാണ്. അതാണ് ആര് ചെയ്യുന്നത്? GST പ്രാക്ടീഷണർ ചെയ്യുന്നത്. സംഭവം GST പ്രാക്ടീഷണറാണ് ഇൻവാർഡ് സപ്ലൈയും ഔട്ട്വാർഡ് സപ്ലൈൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ചെയ്യുന്നത് എങ്കിലും ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ മിസ്സിങ്ങോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ഫർണിഷ് ചെയ്യുന്നതിൽ ഈ GST പ്രാക്ടീഷണർ എന്തെങ്കിലും മിസ്റ്റേക്കോ മിസ്സിങ്ങോ വരുത്തിയാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി GST പ്രാക്ടീഷണർ ആവില്ല. അതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ആർക്കാണ് പോവുക? രജിസ്റ്റേർഡ് പേഴ്സൺ ആകും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദ മാനർ ഓഫ് അപ്രൂവൽ ഓഫ് GSTPs, ദർ എലിജിബിലിറ്റി കണ്ടീഷൻ ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ്, മാനർ ഓഫ് റിമൂവൽ ആൻഡ് അതർ കണ്ടീഷൻ റെലവൻറ്റ് ഫോർ ദർ ഫങ്ഷനിങ് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ഇൻ ദി റൂൾസ് 83 ആൻഡ് 84 ഓഫ് GST റൂൾസ് 2017. അപ്പോൾ ഒരു GSTPയുടെ അപ്രൂവൽ, എലിജിബിലിറ്റി കണ്ടീഷന്, ഡ്യൂട്ടീസ്, ഒബ്ലിഗേഷൻസ്, എങ്ങനെയാണ് റിമൂവൽ ചെയ്യുക, അതേപോലെ മറ്റുള്ള കണ്ടീഷൻസ് എല്ലാം ഈ GST റൂൾസ് 2017 സെക്ഷൻ 83, 84 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് GST പ്രാക്ടീഷണർ ആകണമെന്നുണ്ടെങ്കിൽ GST പോർട്ടലിൽ പോയിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ഒരു എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ GST പ്രാക്ടീഷണർ ആകണമെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ആൻഡ് പേഴ്സൺ ഓഫ് സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള വ്യക്തിയാവണം, അൺസൗണ്ട് മൈൻഡ് ആവാൻ പാടില്ല. നോട്ട് അഡ്ജുഡിക്കേറ്റഡ് ആസ് എ ഇൻസോൾവെൻ്റ് ആവാൻ പാടില്ല. നോട്ട് ഹാസ് ബീൻ കൺവിക്റ്റഡ് ബൈ എ കോമ്പിറ്റൻറ്റ് കോർട്ട്, നിയമപ്രകാരം ശിക്ഷിക്കപ്പെടാത്ത ആളായിരിക്കണം. സാറ്റിസ്ഫൈ എനി ഓഫ് ദി കണ്ടീഷൻ, അപ്പോൾ താഴെ പറയുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻസ് മെയിനായിട്ടും അവരുടെ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് റിട്ടയർഡ് ഓഫീസർ ഓഫ് CTD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടുത്തെ ഒരു റിട്ടയർഡ് ഓഫീസറാവും. ആ റിട്ടയർഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നോട്ട് ലോവർ ദാൻ ദി റാങ്ക് ഓഫ് ഗ്രൂപ്പ് ബിനേക്കാൾ താഴെ അല്ലാത്ത ഒരു റാങ്കിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ CTDയിൽ നിന്ന്, കൊമേഴ്സ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഓഫീസർ, ഗസറ്റഡ് ഓഫീസർ ആയിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ്, എൻറോൾഡ് ആസ് എ സെയിൽസ് ടാക്സ് പ്രാക്ടീഷണർ ഓർ ടാക്സ് റിട്ടേൺ പ്രിപ്പയർ അണ്ടർ ദ ഏർലിയസ്റ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ലോ ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 5 years. അപ്പോൾ ഈ സെയിൽസ് ടാക്സ് പ്രാക്ടീഷണറോ അല്ലെങ്കിൽ സെയിൽസ് ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ഏത് മുന്നത്തെ GST വരുന്നതിന് മുമ്പുള്ള ഇൻഡയറക്റ്റ് ടാക്സ് ലോയിൽ അങ്ങനെ ടാക്സ് റിട്ടേൺ പ്രിപ്പയറോ അതേപോലെ ടാക്സ് പ്രാക്ടീഷണറോ ആയിട്ട് 5 വർഷമെങ്കിലും വർക്ക് ചെയ്ത ഒരാളായിരിക്കണം, അല്ലെങ്കിൽ 5 വർഷത്തെ എൻറോൾ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. പിന്നെ പറയുന്ന കണ്ടീഷൻ, ഹി ഹാസ് അക്വയർഡ് എനി ഓഫ് ദി പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഗിവൺ ബിലോ. അപ്പോൾ താഴെ പറയുന്ന ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. അതിൽ ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് പറയുന്നത് ഗ്രാജുവേറ്റ് ഓർ
PG postgraduate or its equivalent examination having a degree in commerce law from any Indian university. അപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊമേഴ്സിലോ ലോയിലോ PGയോ UGയോ ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ക്വാളിഫിക്കേഷൻ, ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. ഏതിൽ? കൊമേഴ്സിൽ, ലോയിലൊക്കെ. അത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഇനി ഡിഗ്രി എക്സാമിനേഷനോ എനി foreign university recognized by any Indian university as equivalent to the degree examination mentioned above. അപ്പോൾ ഈ കൊമേഴ്സിൽ ലോയിൽ പുറത്തുനിന്ന് എന്ന് വെച്ചാൽ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡിഗ്രിക്ക് ഇന്ത്യയിൽ ഈക്വലൻസി ഉണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം? GST പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ കൊമേഴ്സിലെ ലോയിലോ ഡിഗ്രി ഉള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഡിഗ്രി എവിടെ നിന്നാണ് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി എടുത്തതെങ്കിലും ആ ഡിഗ്രിക്ക് എവിടെ ഇക്വലൻസി ഉണ്ട്? ഇന്ത്യയിൽ ഇക്വലൻസി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് GST പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യാം. ദെൻ എനി അതർ എക്സാമിനേഷൻ നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെൻറ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി GST കൗൺസിൽ ഫോർ ദി പർപ്പസ്. ഇനി GST കൗൺസിൽ പറയുകയാണ് ഇന്ന എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ GST പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ ആ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തവർക്കും എന്താവാം? GST പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യാം. ദെൻ ഫോർത്ത് വൺ, ഈ ഹാസ് പാസ്ഡ് ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ICAI, CSI, ICWI, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ കോസ്റ്റ് വർക്ക് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിഷിപ്പൊക്കെ ഫൈനൽ പാസ്സായിട്ടുള്ള വ്യക്തിക്കും എന്തായിട്ട് വർക്ക് ചെയ്യാം? GST പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് കണ്ടീഷൻസ് പറയുന്നു. എലിജിബിലിറ്റി എന്താണെന്ന്. ഈ ഒരു 4 കണ്ടീഷന് പുറമെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും വേണം അല്ലേ, അല്ലെങ്കിൽ ഈ സെയിൽസ് ടാക്സ് പ്രാക്ടീഷണറോ അതേപോലെ റിട്ടയർഡ് ഓഫീസറോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാണ് GST പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, എന്തെല്ലാമാണ് ഒരു GST പ്രാക്ടീഷണർ ചെയ്യുന്നത്? ആക്ടിവിറ്റീസ് വിച്ച് ക്യാൻ ബി അണ്ടർടേക്കൺ ബൈ എ GST പ്രാക്ടീഷണർ. എ GST പ്രാക്ടീഷണർ ക്യാൻ അണ്ടർടേക്ക് ദി ഫോളോയിങ് ആക്ടിവിറ്റീസ് ഓൺ ബിഹാഫ് ഓഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ. രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ബിഹാഫിൽ ഒരു GST പ്രാക്ടീഷണർ എന്തെല്ലാം വർക്ക് അല്ലെങ്കിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ഫർണിഷ് ഡീറ്റെയിൽസ് ഓഫ് ഇൻവാർഡ് ആൻഡ് ഔട്ട്വാർഡ് സപ്ലൈ. ഇൻവാർഡ് ആൻഡ് ഔട്ട്വാർഡ് സപ്ലൈൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫർണിഷ് ചെയ്യുന്നു. അതേപോലെ ഫർണിഷ് മന്ത്ലി, ക്വാർട്ടർലി ഓർ ആനുവൽ ഓർ ഫൈനൽ റിട്ടേൺ. മന്ത്ലി റിട്ടേൺ അല്ലെങ്കിൽ ക്വാർട്ടർലി റിട്ടേൺ, ആനുവൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നവരാണ് GST പ്രാക്ടീഷണറാണ്. മേക്ക് ഡെപ്പോസിറ്റ് ഫോർ ക്രെഡിറ്റ് ഇൻ ടു ദി ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ വഴി ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ചെയ്യുന്നു ടാക്സ്. ദെൻ ഫയൽ എ റീഫണ്ട് ഓഫ് ക്ലെയിം. റീഫണ്ടിന് വേണ്ടിയിട്ടുള്ള ക്ലെയിം. ഓക്കെ, ഇപ്പോൾ എക്സസ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ റീഫണ്ടിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യുന്നു. ഫയൽ ആൻ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, അമെൻമെൻറ്റ്, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ അല്ലേ. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമെൻമെൻറ്റിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷനൊക്കെ ചെയ്യുന്നത് ആരാണ്? GSTP ആണ്. ദി ലാസ്റ്റ് പോയിന്റ്, അപ്പിയർ ആസ് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ബിഫോർ എനി ഓഫീസർ ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, അപ്ലൈറ്റ് അതോറിറ്റി ഓർ അപ്ലൈറ്റ് ട്രിബ്യൂണൽ. ട്രിബ്യൂണലിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലൊക്കെ ഈ ഓതറൈസ്ഡ് എന്താ പറയുക, ഈ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇതിൻ്റെ മുന്നിലൊക്കെ പോകുന്ന ആരാണ്? ഈ GSTP ആവും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് GSTP ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്നുള്ളത് മനസ്സിലായി. നെക്സ്റ്റ്, പ്രൊസീജിയർ ഫോർ എൻറോൾമെൻറ്റ് ഓഫ് GSTP. എന്താണ് GST പ്രാക്ടീഷണറിൻ്റെ എൻറോൾമെൻറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ? ദ ഫോളോയിങ് ഈസ് ദ പ്രൊസീജിയർ ഫോർ എൻറോൾമെൻറ്റ് ഓഫ് GSTP. ഫസ്റ്റ് വൺ പറയുന്നത്, ആൻ അപ്ലിക്കേഷൻ ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം മേ ബി മെയ്ഡ് അപ്പ് ഇലക്ട്രോണിക്കലി ത്രൂ ദ കോമൺ പോർട്ടൽ ഓഫ് ഫോർ എൻറോൾമെൻറ്റ് ആസ് എ GSTP. അപ്പോൾ ഒരാൾക്ക് GSTP ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ GSTയുടെ കോമൺ പോർട്ടലിൽ പോയിട്ട് ഒരു അപ്ലിക്കേഷൻ ഇലക്ട്രോണിക്കലി എന്ത് ചെയ്യുക? സബ്മിറ്റ് ചെയ്യുക. ദ അപ്ലിക്കേഷൻ ഷാൾ ബി സ്ക്രൂട്ടിനൈസ്ഡ് ആൻഡ് GSTP സർട്ടിഫിക്കറ്റ് ഷാൾ ബി ഗ്രാൻറ്റഡ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം. അപ്പോൾ അപ്ലിക്കേഷൻ എന്ത് ചെയ്യും? ഒന്ന് ചെക്ക് ചെയ്യും, സ്ക്രൂട്ടിനി ചെയ്യും, എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ GSTPൻ്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. ഇൻ കേസ് ദ അപ്ലിക്കേഷൻ ഈസ് റിജക്റ്റഡ്, പ്രോപ്പർ റീസൺ ഷാൾ ബി ഗിവൺ. ഇനി അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള റീസൺ എന്ത് ചെയ്യും? കൊടുക്കും. ആര്? GST പോർട്ടലിൽ നിന്ന്, കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്തുകൊണ്ടാണ് GSTPയുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തത് എന്നുള്ളതിൻ്റെ റീസൺ കൊടുക്കും. And any person who has been enrolled as a GSTP by virtue of him being enrolled as a sales tax practitioner or tax return preparer under the earlier indirect tax shall remain enrolled only for a period of 1 year from the appointment date of unless he passes the prescribed examination within 1 year. അപ്പോൾ കഴിഞ്ഞ ഇൻഡയറക്റ്റ് ടാക്സ് ലോയിൽ എന്നുവെച്ചാൽ GST വരുന്നതിന് മുമ്പുള്ള നിയമപ്രകാരം സെയിൽസ് ടാക്സ് പ്രാക്ടീഷണറോ അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺ പ്രിപ്പയറൊക്കെ ആയിട്ട് എൻറോൾ ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? അവർ അത് കണ്ടിന്യൂ ആയിട്ട് പോകും.
എത്ര 1 ഇയറിന് അതെന്ത് ചെയ്യും, അവർ കണ്ടിന്യൂ ചെയ്തിട്ട് പോകും. പക്ഷേ ഇപ്പോൾ GST പ്രകാരം അവർ GST പ്രാക്ടീഷണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഇയറിൻ്റെ ഉള്ളിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് എക്സാമിനേഷൻ ഉണ്ട്. ആ എക്സാം എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അപ്പോൾ മുമ്പ് GST വരുന്നതിന് മുമ്പ് പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്തവർ അത് അവർ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, അവർ GSTP ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, GST വന്നതിന് ശേഷം അവർ പ്രാക്ടീഷണർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാണോ GSTP ആകുന്നത് അന്ന് മുതൽ 1 ഇയറിൻ്റെ ഉള്ളിൽ ഒരു എക്സാം എഴുതിയിട്ട് എന്ത് ചെയ്യണം, പാസ്സാവണം. അപ്പോൾ ഇതാണ് GSTPയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ആരാണ് GSTP, എന്തിനാണ് GSTP, എന്താണ് GSTP ചെയ്യുന്നത്, എലിജിബിലിറ്റി, പ്രൊസീജിയർ ഫോർ എൻറോൾമെൻറ്റ് ആസ് എ GSTP. ഇത്രയും കാര്യങ്ങളോട് കൂടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ അണ്ടർ GST എന്ന ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാകും. ഇനി നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സി നെക്സ്റ്റ് ക്ലാസ്.